ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇത് നമ്മുടെ വീഡിയോ മസാലപ്പൊടികൾ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അത് ഞാനിവിടെ 3 സവാള, 2 തക്കാളി, 4 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തെടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്നും ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം സവാള പെട്ടെന്നായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ക്യാപ്സിക്കം അല്ലെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 800 ഗ്രാം ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലിന് കിട്ടുന്നുണ്ട് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലോട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു കോൺഫ്ലവർ മിക്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും പത്തിരിക്കും എല്ലാത്തേക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്